പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിന്ന് ഞാനിതാ ഗോതമ്പ് പൊടി 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഉപ്പ് മാവിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി മിക്സാക്കി എടുത്ത ഈ മാവിലേക്ക് 2 സവാള ഞാനിവിടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സവാള ചേർത്ത് കൊടുക്കുക. വലിയ 2 സവാള എടുത്തേക്കുന്നത്. ഈ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതാ കൈ കൊണ്ട് നല്ലപോലെ ഈ സവാളയും മാവും കൂടെ ഒന്ന് ഞെരടി യോജിപ്പിക്കുന്നുണ്ട്. സവാളയിൽ ജലാംശമുണ്ട്, അപ്പോൾ ആ മാവിൽ നല്ലപോലെ വെള്ളമെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന നല്ല അടിപൊളി സവാളപ്പുട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മാവ് കുഴച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മല്ലിയിലൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂണ് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ മുളക് ഒക്കെ ഒഴിവാക്കുക കേട്ടോ. പച്ചമുളകും കുറച്ചെടുത്താൽ മതി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കട്ടയൊന്നും പിടിച്ച് പോയിട്ടില്ല. കട്ടയൊന്നും പിടിക്കാതെ നല്ലതായിട്ട് മാവ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്ന്, തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ 1 സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാവെല്ലാം അതാണ് പുട്ടുകുറ്റി നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയോടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ പുട്ടിലിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളോ പഴവോ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. കാരണം ചെറിയൊരു എരിവുണ്ട്. ആ ഉള്ളിയുടെയും അതുപോലെ തന്നെ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ ഇതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പുട്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കട്ടൻ ചായ മാത്രം മതി, അല്ലെങ്കിൽ ചായയുടെ കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കാം. കറികളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഹെൽത്തിയാണ്. നമ്മൾ മല്ലിയിലയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ വെറും പുട്ട് ചെയ്ത് കഴിക്കുന്നേക്കാൾ ഇതൊന്നുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.